നമസ്കാരം. സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരൊറ്റ നാരങ്ങ വഴിപാട് നടത്തിയാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരൊറ്റ നാരങ്ങ വഴിപാട് നടത്തിയാലുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും പ്രത്യേകതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ച. ജ്യോതിഷപ്രകാരം ചൊവ്വയുടെ ദേവനാണ് സുബ്രഹ്മണ്യസ്വാമി. സന്താന സൗഭാഗ്യം, സുമംഗലി സിദ്ധി, പഠന മികവ് തുടങ്ങിയ ആഗ്രഹ പൂർത്തീകരണത്തിന് ഭഗവാന് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് ഒറ്റനാരങ്ങ. ഒറ്റനാരങ്ങ വഴിപാട് സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി 6 ചൊവ്വാഴ്ചകൾ മുടങ്ങാതെ സമർപ്പിക്കേണ്ട വഴിപാടാണിത്. അതിനായിട്ട് വാഴയിലയിൽ ഒരു നാരങ്ങയും ഒറ്റ നാണയവും വെളുത്ത പുഷ്പവും എടുത്ത് ഭഗവാനെ 6 തവണ പ്രദക്ഷിണം ചെയ്ത് ശ്രീകോവിലിൻ്റെ നടയിൽ സമർപ്പിക്കുന്നു. ഇതാണ് ചടങ്ങ്. നമ്മൾ ആദ്യം ചെയ്യുന്ന ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമിക്കും അതുപോലെ തന്നെ ഗണപതി ഭഗവാനും ഈ ഒറ്റ നാരങ്ങ വഴിപാട് നടത്തേണ്ടതാണ്. കാരണം നമ്മുടെ എല്ലാവിധത്തിലുള്ള വിഘ്നങ്ങളും അകന്നു പോകുവാൻ വേണ്ടിയാണ് ആദ്യത്തെ ഈ ദിവസം ഗണപതി ഭഗവാനും ഈ വഴിപാട് സമർപ്പിക്കുന്നത്. പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ നാമം ജപിക്കുന്നത് ഉത്തമമാണ്. അന്നേ ദിവസം നിങ്ങൾക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സമർപ്പിക്കാവുന്നതാണ്.